ഹേ ഗായ്സ്, ശ്രീ ഹിയർ. മോട്ടോയുടെ എഡ്ജ് 50 ഫ്യൂഷൻ ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കിയ ഒരു ഡിവൈസാണ്. ഇപ്പം 2-3 ദിവസം കഴിഞ്ഞു, ഫോൺ എങ്ങനെ സ്റ്റാക്കപ്പ് ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യം സ്പോയിലേഴ്സ് ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പം മാർക്കറ്റിൽ പോകുന്ന പ്രൈസ് ഉണ്ടല്ലോ 21-22K കിഡിലും സ്റ്റെല്ലർ വാല്യൂ ഫോർ മണി. പക്ഷേ എന്തായാലും ഈ പ്രൈസ് റേഞ്ചിൽ പെർഫെക്റ്റ് അല്ല, 2-3 ചെറിയ ഡ്രോബാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ആദ്യമേ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. അതിന് മുന്നേ ഗൈസ്, ഈ സാധനം ഉണ്ടല്ലോ, ഈ ബുക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ പറ്റുമെങ്കിൽ വായിക്കുക. റിയാലിറ്റി ട്രാൻസ്ഫർഫിംഗ് എന്ന പേര്, കിട്ടിലൊരു സാധനം. സോ ബാക്ക് ടു റിവ്യൂവിലേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആസ്പെക്ട് എന്ന് പറയുമ്പോൾ ഫോണിൻ്റെ ഡിസൈനാണ്. ഡിസൈൻ എലമെൻറ്റിൽ ഓൾമോസ്റ്റ് ഒരു പെർഫെക്റ്റ് ഫോണാണെന്ന് തോന്നുന്നു. കാരണം കയ്യിൽ പിടിക്കാൻ നല്ല എളുപ്പം, വെയിറ്റ് ഭയങ്കര കുറവാണ്. അതിൻ്റെ കൂടെ തന്നെ ബാഗിൽ ആ വീഗൻ ലെതർ ഫിനിഷ് ഉണ്ടല്ലോ, സൂപ്പർബാണ്. IP68 ആണ്. എന്താ പറയുക, അത്യാവശ്യം നല്ല മെറ്റൽ അലുമിനിയം ഫ്രെയിംസ് ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു പ്രീമിയം ഫീലാണ് കയ്യിൽ പിടിക്കാൻ പറ്റുന്നത്. ഫ്രണ്ടിൽ പ്രൊട്ടക്ഷൻ വൈസ് നല്ല കോർണിങ്ങിൻ്റെ ഗോറില്ല ഗ്ലാസ് 5 ഒക്കെ ഉണ്ട്. സോ ഡിസൈൻ ഇൻ ഹാൻഡ് ഫീൽ വൈസ് മോട്ടറോളാസ് നെയിൽഡ് ഇറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കയ്യിൽ പിടിക്കാനും കാര്യങ്ങളൊക്കെ. ഞാൻ ഈ വീഡിയോ ക്വിക്കായിട്ട് പറഞ്ഞു. രണ്ടാമത് എനിക്ക് ഈ ഫോണിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ശരിക്കും ഇതിൻ്റെ ക്യാമറാസ്. ഫോർ ദ പ്രൈസ് ഈ ക്യാമറാസ് നിങ്ങൾ ഡിസപ്പോയിൻറ്റ് ചെയ്യത്തില്ല. മോട്ടോ ഇപ്പം കിഡിലുമായിട്ട് അവരുടെ ക്യാമറയിൽ വർക്ക് ഓൺ ചെയ്യുന്നുണ്ട്. അവരുടെ പ്രോസസ്സിങ് ആയിക്കോട്ടെ, കളേഴ്സ് ആയിക്കോട്ടെ, ഡൈനാമിക് റേഞ്ച് ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരു ടിപ്പിക്കൽ കോൺട്രാസ്റ്റ് ഇച്ചിരി ഷാർപ്നെസ് കൂട്ടിയിട്ട പടങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ പ്രോട്രക്റ്റിനാണെങ്കിലും കാര്യത്തിനൊക്കെ എഡ്ജ് ഡിറ്റക്ഷൻ സൂപ്പറാണ്. പിന്നെ നൈറ്റ് ഫോട്ടോസും അത്യാവശ്യം നല്ലോണം ഒരു പെർഫോം ചെയ്യുന്നുണ്ട്. ഈ കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ക്യാമറ സിസ്റ്റം ഇവരുടെ വീഡിയോസും അത്യാവശ്യം നല്ലതാണ്. 4K ആണ്, നല്ല ക്ലാരിറ്റി ഉണ്ട്, ആൻഡ് സ്കിൻ ടോൺസ് സൂപ്പർബ്. സോ ഗൈസ്, ഇനി നമുക്ക് പെട്ടെന്ന് ബാറ്ററി ലൈഫിനെ കുറിച്ച് പറഞ്ഞു. ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് 5000 mAh ഇതിനകത്തുണ്ട്. പക്ഷേ ടിപ്പിക്കൽ ഫോൺസിനകത്ത് കിട്ടുന്ന 5000 mAh നിങ്ങൾക്ക് കിട്ടത്തില്ല. കാരണം ഇതിനൊരു 144 Hz ഡിസ്പ്ലേ ആണ്. ഹൈ റിഫ്രഷ് റേറ്റ് ഉണ്ട്. പക്ഷേ അതേപോലെ തന്നെ ആ ഡിസ്പ്ലേ നിങ്ങൾ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നല്ലോണം ഇറങ്ങുകയും ചെയ്യും. 5000 mAh ഉണ്ട്. എങ്ങനെയായാലും നിങ്ങൾക്ക് ഒരു 6 hours എബോവ് സ്ക്രീൻ ഓട്ടായി കിട്ടും. പക്ഷേ പവർ സേവിങ് മോഡൊക്കെ ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 7.5 hours വരെ എടുക്കാം. ബാറ്ററി ലൈഫിൽ എനിക്ക് ഒരുപാട് കുറ്റമൊന്നും പറയില്ല. ഈ ഫോൺ ഇൻറ്റൻറ്റ് ചെയ്തേക്കുന്നത് ഒരു സാധാരണ ഒരു കാഷ്വൽ യൂസറിന് വേണ്ടി. അവർക്ക് പറ്റിയ ബാറ്ററി ലൈഫ് ഇതിനെ കൊടുത്തിട്ടുണ്ട്. 5000 mAh ആണ്. പിന്നെ ഇൻ ബോക്സിൽ തന്നെ 68 watt ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ ഫോൺ ഇത്തിരി ചൂടാകും. ബട്ട് നത്തിങ് ടു ബി കൺസേൺഡ്, വറി ചെയ്യാനൊന്നുമില്ല. സ്വാഭാവികമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ബാറ്ററി ലൈഫ് സ്റ്റാൻഡ് പോയിനകത്തും ഞാൻ പറയുമ്പോൾ ഇതിനകത്ത് കുറ്റം പറയാനൊന്നുമില്ല. അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ്, നല്ല ചാർജിങ് സ്പീഡ് ഒക്കെ ഉണ്ട്. ഇനിയും എനിക്ക് ഡിസ്പ്ലേനെ കുറിച്ച് പറയാം ഗൈസ്. ഡിസ്പ്ലേനെ കുറിച്ച് പറയുമ്പം എന്താ പറയുക, ചിലവർ കുറച്ച് കംപ്ലയിൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, HDR സർട്ടിഫിക്കേഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഡേ ടു ഡേ യൂസേജിന് നിങ്ങളെ അത് എഫക്റ്റ് ചെയ്യുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും. ഒരു സർട്ടിഫിക്കേഷൻ ഇല്ലാന്ന് പറഞ്ഞാലും എനിക്ക് പറയാൻ പറ്റും നല്ല ഡിസ്പ്ലേ ആണ്, നല്ല വൈബ്രൻറ്റ് കളർഫുൾ ഡിസ്പ്ലേ ആണ്. നിങ്ങൾ നാച്ചുറൽ ടോൺ ഉപയോഗിക്കുമ്പോൾ തന്നെ അത്യാവശ്യം അടിപൊളിയാണ്. ഡിസ്പ്ലേ ചൂടാവുന്ന പരിപാടി അങ്ങനെയൊന്നുമില്ല. 144 Hz ആണ്. 1600 nits പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് അല്ലാതെ നോർമൽ യൂസേജിന് തന്നെ ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റും. എനിവേസ്, എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പം വെരി ഗുഡ് ഡിസ്പ്ലേ, ഷാർപ്പാണ്, അത്യാവശ്യം നല്ല പിക്സൽ ഡെൻസിറ്റി ഉണ്ട്. നിങ്ങൾ കുറ്റം പറയാനൊന്നുമില്ല ഈ പ്രൈസ് റേഞ്ചിൽ ഈ ഡിസ്പ്ലേനെ കുറിച്ച്. ഈ HDR ഇല്ലാന്ന് പറയുന്ന സാധനമല്ല, അത് നിങ്ങൾ ഭയങ്കരമായിട്ട് ബോധർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയും. മൾട്ടിമീഡിയ കൺസെപ്ഷൻ ആണെങ്കിലും നിങ്ങളത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. യൂട്യൂബിലും നെറ്റ്ഫ്ലിക്സിലും ഒക്കെ സിനിമയൊക്കെ കാണുമ്പോൾ ഇറ്റ് ഫീൽസ് ഗുഡ്. അത്യാവശ്യം നല്ലോണം തന്നെ ഒരു ഫീലിങ്ങും ഇമേഴ്സീവ് കളേഴ്സും എല്ലാം ഉണ്ട്. പിന്നെ ഗൈസ്, ആ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് എലിവേറ്റ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞ സ്പീക്കേഴ്സ് സൂപ്പർബാണ്. ഹാപ്റ്റിക്സിനെ കുറിച്ചൊരു ഹൈക്ക് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത ഹാപ്റ്റിക്സ്, ഭയങ്കര ടോപ്പ് നോച്ച് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഓൺലൈനിലും ഇൻ്റർനെറ്റിലും യൂട്യൂബിലും ഒക്കെ ഒരേ റിവ്യൂസ് ഒരുപാട് എടുത്ത് അലക്കണേനാണെങ്കിൽ ഹെയ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. കുഴപ്പമില്ല, അത് അത്യാവശ്യം നല്ലൊരു ഹാപ്റ്റിക്സ് തന്നെയാണ്. പക്ഷേ നിങ്ങൾ മോസ്റ്റ് പ്രീമിയം ഫീലിംഗ് ഹാപ്റ്റിക്സ് ആണോ എന്ന് വെച്ചാൽ അല്ല. വൈബ്രേഷൻ മോട്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഞാനത് ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്ത് പോലുമില്ല. ഈ ഭയങ്കര കൂതറ ഹാപ്റ്റിക്സ് ഒക്കെ അത് കുറേ പേര് പറഞ്ഞ് ഹീറ്റ് കേടതിൻ്റെ ആവശ്യമൊന്നുമില്ല, കുഴപ്പമില്ലാത്തൊരു ഹാപ്റ്റിക്സ്. ഇനിയും പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് പോയാലോ. പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പം ഗൈസ്, ഒരു മിക്സ് മസാല ഒപ്പീനിയനാണ് ഇതിനകത്തും കുറേ പേർക്കുള്ള. ഞാൻ ഇതിനകത്ത് ആദ്യമേ തന്നെ പറയാൻ പോകുക, പെർഫോമൻസ് ഓക്കെ, ഈ പ്രൈസ് റേഞ്ചിന് നല്ലതാണ്. ശരി, ഇതിനെക്കാട്ടി 1000-2000 രൂപ കൂടുതൽ കൊടുത്താൽ നിങ്ങൾക്ക് 7 Gen 3 കിട്ടും. പക്ഷേ 7S Gen 2 അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചിപ്സെറ്റാണ്. ഇത് കറക്റ്റ് വെബ് ബ്രൗസിങ്, വീഡിയോ കോൾസ്, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ്, ലൈറ്റ് കാഷ്വൽ ഗെയിമിങ് ഇങ്ങനത്തുള്ള സാധനങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും വരത്തില്ല. പെർഫോമൻസ് സ്റ്റാൻഡ് പോയിന്റ് ഹീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഹീറ്റിംഗ് ഒന്നും തോന്നിയിട്ടില്ല. ഭയങ്കരമായിട്ട് ഗെയിം കളിക്കുമ്പോഴൊക്കെ ചെറുതായിട്ട് വോം ആവുന്നൊരു ഫീലേ ഉള്ളൂ, അല്ലാതെ ഭയങ്കര ഹീറ്റിംഗ് ഒന്നുമില്ല. പിന്നെ കൺസിഡർ ചെയ്യണം, ഇത് അത്യാവശ്യം നല്ലൊരു സ്ലിം ഫോണാണ്. അതുകൊണ്ട് ഹീറ്റ് പെട്ടെന്ന് ഡിസിപ്പേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും.
അതുകൊണ്ട് ഹീറ്റിംഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, പക്ഷേ ഭയങ്കരമായിട്ട് വൃത്തിയായിട്ട രീതി തന്നെ ഹീറ്റിംഗ് ഒന്നുമില്ല. പെർഫോമൻസിനകത്ത് എനിക്ക് സ്ട്രോങ് പോയിന്റ് പറയാനുള്ള വെൽ ഒപ്റ്റിമൈസ്ഡ് ആണ് ഈ സോഫ്റ്റ്വെയറും ഈ ഹാർഡ്വെയറും ഒക്കെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഡേ ടു ഡേ കാര്യങ്ങളിനകത്തൊക്കെ UFS 2.2 ഉള്ളെങ്കിലും ചില കാര്യത്തിനൊക്കെ നിങ്ങൾ ഈ സ്പീഡ് ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ ഇതിൻ്റെ OnePlusൻ്റെ കോമ്പറ്റീറ്റർ ഉണ്ട്, ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതിനെ വെച്ച് നോക്കുമ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ ഫാസ്റ്റാണ്. പിന്നെ ഗെയിം സ്റ്റാൻഡ് പോയിന്റിൽ പറയുകയാണെങ്കിൽ അഡ്രീനോടെ 710 GB ഉണ്ട്, അതൊരു സ്ട്രോങ് പോയിന്റ് തന്നെ ഇതിന്. അതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത 60 FPS ഒക്കെ PUBGയിൽ കളിക്കാം. BGMI നിങ്ങൾക്ക് 60 FPS ഒക്കെ കിട്ടും. പക്ഷേ ഭയങ്കര ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിൽ ഞാൻ പറയാൻ പോവുക ഗെയിമിംഗ് സ്മാർട്ട് ഫോൺസ് വേറെ ഉണ്ട്, അത് കൺസിഡർ ചെയ്യും. ഓവറോൾ ഈ പ്രൈസ് റേഞ്ചിന് അത്യാവശ്യം നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള നല്ലൊരു പെർഫോമിംഗ് ഫോൺ തന്നെയാണ് എനിക്ക് പറയാം. ഇനി എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അബൌട്ട് ദി OS ഗൈസ്. ഡോണ്ട് ഗെറ്റ് മീ റോങ്, മോട്ടറോളയ്ക്ക് നല്ല OS ഉണ്ടാക്കാൻ അറിയാം, അത് ഔട്ട് ഓഫ് ദി ബോക്സ് വരുന്ന OS നല്ലതാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ അതേസമയം എന്താ പറയുക, ഇപ്പം അപ്ഡേറ്റ് ചെയ്താൽ എനിക്ക് ഉറപ്പാണ് അവർ അത്ര പോളിഷ്ഡ് ആൻഡ് റിഫൈൻഡ് സോഫ്റ്റ്വെയറെല്ലാം കൊടുക്കുന്നത്. മോട്ടറോള അവരുടെ ക്യാമറയിൽ വർക്ക് ചെയ്ത് ക്യാമറ ബെറ്റർ ആക്കിയിട്ടുണ്ട്, കഴിഞ്ഞ ജനറേഷൻ വെച്ച് സൂപ്പറായിട്ടുണ്ട്. അതേപോലെ അവർ സോഫ്റ്റ്വെയറിലും കൂടെ വർക്ക് ചെയ്യുന്നില്ല. കാരണം OnePlusൻ്റെ ഇതേ പ്രൈസ് റേഞ്ചിലുള്ള ഇതേ കോമ്പറ്റീറ്റർ 2-3 അപ്ഡേറ്റ്സ് വന്നപ്പോഴും ഇതിന് ഒരെണ്ണം പോലും ഇതുവരെ നേരത്തെ ഒരെണ്ണം അങ്ങോട്ട് വന്നു തോന്നുന്നു, അല്ലാതെ വേറെ ഒന്നും വന്നിട്ടില്ല. സോ ഗൈസ്, പ്രോബബ്ലി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ സ്റ്റാൻഡ് പോയിന്റിലാണ് മോട്ടറോള താഴോട്ട് വലിക്കുന്നത്. 3 വർഷം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് അഷ്യൂർഡ് ആണ്. പക്ഷേ ഞാൻ എപ്പോഴും മോട്ടറോള ഡിവൈസ് യൂസ് ചെയ്യുന്നിടത്ത് പറയാനുള്ള അപ്ഡേറ്റ് ചെയ്യേണ്ട, നിങ്ങൾ ഔട്ട് ഓഫ് ദി ബോക്സ് വരുന്ന സോഫ്റ്റ്വെയർ തന്നെ ഉപയോഗിക്കുക. ഒന്നെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് ഫോൺ കൊളാവും, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ജാമ്പുവിൻ്റെ കാലത്തുമായിരിക്കും. സോ ദാറ്റ് ഈസ് ഇറ്റ് ഗൈസ്. പിന്നെ ഗൈസ്, എൻ്റെ അടുത്ത് വേർഡിക്റ്റ് എന്തോന്ന് വെച്ചാൽ ഈ പ്രൈസ് റേഞ്ചിന് അത്യാവശ്യം നല്ലൊരു ഓൾറൗണ്ടറാണ്. ഇപ്പോൾ ഈ നല്ല അഡീഷണൽ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ABC മൊബൈൽസ് പട്ടത്തുനിന്ന് മേടിച്ചാൽ എൻ്റെ പേര് പറഞ്ഞാൽ അവിടുന്ന് ഒരു ഇച്ചിരി നല്ല ഡിസ്കൗണ്ട് കിട്ടും. കാർഡ് ഓഫേഴ്സും എല്ലാം അവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. വേറെ കാര്യം എന്ന് വെച്ചാൽ ഓൾറൗണ്ടർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഭയങ്കര ഗെയിം കളിക്കുന്ന ആൾക്കാർക്കുള്ള ഫോണല്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പവർ യൂസറിനുള്ള ഫോണല്ല. പക്ഷേ ഇതെല്ലാ സ്റ്റാൻഡ് പോയിലും ബാറ്ററി ലൈഫ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും OS ആണെങ്കിലും ഹാൻഡി ആണെങ്കിലും യൂസർ എക്സ്പീരിയൻസ് ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും നല്ലൊരു സൂപ്പർ ഫീലിംഗ് ഫോണാണ്. നിങ്ങൾക്ക് അത്യാവശ്യം പ്രീമിയം ഫീലൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ വാങ്ങിക്കാം, നല്ല റെക്കമെൻഡേഷൻ ആണ്. സോ ദാറ്റ് ഇസ് ഇറ്റ് ഗൈസ്. ശ്രീ ഹിയർ, ടോക്ക് ടു യു ഗൈസ് ലേറ്റർ.